നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഹിമാചൽ പ്രദേശിലെ ഒരു കൊച്ചു നഗരമായ സാംഗ്ലയിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. സാംഗ്ലയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൺസ് ട്രാവൽസ് എന്ന എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സിംലയ്ക്കടുത്തുള്ള നാർക്കണ്ടയിൽ നിന്നും രാവിലെ തന്നെ സാംഗ്ലയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ളതും എന്നാൽ ഏറ്റവും അപകടം പതിയിരിക്കുന്നതുമായ വഴികളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇന്ന് വൈകിട്ട് സാംഗ്ലയിലെത്തി അവിടുത്തെ കാഴ്ചകളും കണ്ടിട്ട് നാളെ ചിറ്റ്കുൾ എന്ന ഇന്ത്യയുടെ അവസാനത്തെ വില്ലേജ് സന്ദർശിച്ചിട്ട് തിരികെ വരാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഇൻഡോ ടിബറ്റൻ റോഡിലൂടെയുള്ള യാത്രയുടെയും ചിറ്റ്കുൾ വില്ലേജിനെ പറ്റിയുമുള്ള എൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. റോഡ് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഹിന്ദുസ്ഥാൻ ടിബറ്റ് ഹൈവേയിലൂടെയുള്ള ഈ യാത്ര നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അത്രയ്ക്കും സൗന്ദര്യമാണ് ഈ വഴികൾക്ക്. മഞ്ഞു മൂടിയ ഹിമാലയൻ മലകളെയും പുഴകളെയും താഴ്വരകളെയും ഒക്കെ പിന്നിട്ടാണ് നമ്മുടെ യാത്ര. കർച്ചം എന്ന സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഹിന്ദുസ്ഥാൻ ടിബറ്റ് ഹൈവേ വിട്ട് സാംഗ്ല ചിറ്റ്കുൾ റോഡിലേക്ക് കയറുന്നു. വളരെ ഇടുങ്ങിയ റോഡാണ് ഇനിയുള്ളത്. സ്ഥിരം യാത്രികരല്ലെങ്കിൽ മഴക്കാലത്തും മഞ്ഞുകാലത്തും ഈ വഴിയുള്ള യാത്രകൾ ഒഴിവാക്കുകയാണ് നല്ലത്. അങ്ങനെ ഏതാണ്ട് 10 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ സാംഗ്ല എന്ന ഈ ഹിമാലയൻ പട്ടണത്തിലെത്തി. 2000-നോടടുത്ത ജനസംഖ്യയുള്ള ഒരു ചെറിയ പട്ടണമാണ് സാംഗ്ല. ടൂറിസവും ആപ്പിൾ കൃഷിയുമാണ് ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാന വരുമാന മാർഗങ്ങൾ. സുശീൽ കുമാർ എന്ന ഈ വ്യക്തിയാണ് ഞങ്ങളുടെ ഹോം സ്റ്റേയുടെ ഉടമസ്ഥൻ. കുത്തനെയുള്ള ഒരു കയറ്റം കയറി വേണം ഹോം സ്റ്റേയിലേക്ക് എത്താൻ. വളരെ വീതി കുറഞ്ഞ വഴിയാണ് ഹോം സ്റ്റേയിലേക്കുള്ളത്. സൂക്ഷിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ അടുത്തുള്ള കുഴിയിലേക്ക് വണ്ടി വീഴും. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ ഹോം സ്റ്റേയിലേക്ക് നടന്നു. തടി കൊണ്ടും ഗ്ലാസ് കൊണ്ടും ഒക്കെ പണിത ഒരു പഴയ കെട്ടിടമാണ് ആദ്യം ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെട്ടത്. ആപ്പിൾ തോട്ടങ്ങളുടെ നടുവിലാണ് ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത്. ഹോം സ്റ്റേയുടെ പുറകിലുള്ള പർവ്വതങ്ങളിൽ മഞ്ഞ് വീണ് കിടപ്പുണ്ട്. പർവ്വതങ്ങളുടെയും ആപ്പിൾ തോട്ടങ്ങളുടെ ഇടയിൽ മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത്. ഹോം സ്റ്റേയുടെ എൻട്രി എവിടെയാണ്? 2 അമ്മച്ചിമാരിരുന്ന് ഇങ്ങനെ ഒരു ചിരിക്കുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ബദാം പോലെ എന്തോ എടുക്കുന്നുണ്ട്. ക്യാ ഹേ ദിദിയെ? ഗുട്ടി. അത് പരിപ്പ് എടുക്കുകയാണ്. അച്ഛാ ഗുട്ടി പോലത്തെ ഇസ്കോ खाने के लिए अच्छा है. എണ്ണ എടുക്കാൻ വേണ്ടി ആപ്രിക്കോട്ടിന്റെ കുരു വേർതിരിക്കുകയാണ് ഇവർ. വീടിന്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയ തേനീച്ചക്കൂട്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടിരുന്ന ഒരു ചെറിയ കർഷക ഭവനം തന്നെയാണ് ഇത്. ആപ്പിൾ തോട്ടത്തിന്റെ ഒരു അരികിൽ ഒരു ചെറിയ പ്രതിഷ്ഠ, വീർ ദേവത എന്ന ദൈവത്തിന്റെ പ്രതിഷ്ഠയാണിതെന്ന് അശ്വിനി കുമാർ പറഞ്ഞു. ये भीड़ देवता हिमाचल का.
സുശീൽ കുമാറിന് 500-നടുത്ത് ആടുകളും 15 യാക്കുകളുമുണ്ട്. അവയെപ്പറ്റിയൊക്കെ എന്നോട് പറയുകയായിരുന്നു. യാക്കുകളെ ഇപ്പോൾ മലകളിൽ നയാൻ വിട്ടിരിക്കുകയാണ്. ആടുകളെയും അതുപോലെ ആട്ടിടയന്മാർ വന്ന് മലകളിലേക്ക് കൊണ്ടുപോയി. താഴെ ഇനി തണുപ്പ് വരുമ്പോൾ ഇവയൊക്കെ തിരിച്ച് വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. उसका लाइफ है कि आपका 30 साल 35 साल। हाँ, मतलब उसका जो है डाइटिंग और उसके ऊपर है, देखभाल के ऊपर है। हाँ हाँ, अच्छा भी है। सेब का ये है मेरे पास है तो 600 से पौधे, मतलब कुछ बीमारी ऐसा लग रहा है कि अब ഹോം സ്റ്റേയുടെ നേരെ എതിർവശത്തുള്ള ഈ പഴയ വീട്ടിലാണ് സുശീൽ കുമാറും ഫാമിലിയും താമസിക്കുന്നത്. സ്ലേറ്റ് കല്ലുകൾ പാകിയ മേൽക്കൂരയുള്ള ഈ വീടിന്റെ നിർമ്മാണം തടികൊണ്ടും ഗ്ലാസ് കൊണ്ടുമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. കുറച്ചുനേരം ഹോം സ്റ്റേയിൽ റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ ബൈരിനാഥ് അമ്പലം കാണാനും അതിന് താഴെയുള്ള ബാസ്പ നദിയുടെ തീരത്തേക്കും യാത്ര തിരിച്ചു. വഴിയിലൊക്കെ ബുദ്ധമന്ത്രങ്ങൾ എഴുതിയ പ്രയർ വീലുകൾ കണ്ടു. ഇവിടുത്തെ മിക്കവാറും വീടുകളുടെയും മേൽക്കൂര സ്ലേറ്റ് കല്ലുകൾ വെച്ചാണ് പണിതിരിക്കുന്നത്. പുതുതായി പണിത വീടുകളിലൊക്കെ ടിൻഷീറ്റിന്റെ മേൽക്കൂരയും കണ്ടു. അമ്പലത്തിലേക്കുള്ള വഴിയിൽ പല പഴയ കെട്ടിടങ്ങളും കണ്ടു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഇവയിൽ പല കെട്ടിടങ്ങളും. അമ്പലത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ തലയിൽ തൊപ്പി ധരിക്കണമെന്ന് നിർബന്ധമാണ്. അമ്പലം കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ ആ തൊപ്പികൾ ഇവിടെ തന്നെ ഡിപ്പോസിറ്റ് ചെയ്യണം. ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയും ഒരു ശിവ ടെമ്പിളുമാണ് ഈ കോംപ്ലക്സിലുള്ളത്. അമ്പലത്തിന്റെ വിശാലമായ നടുമുറ്റത്ത് കുട്ടികൾ കളിക്കുന്നുണ്ട്. കോംപ്ലക്സിൽ അമ്പലവും മൊണാസ്ട്രിയും അടുത്തടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു. ഹിമാലയത്തിലെ അമ്പലങ്ങളുടെ ഒരു സ്ഥിരം കാഴ്ചയാണ് ഇത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഈ അമ്പലത്തിലെ പ്രധാന ഉത്സവങ്ങൾ നടക്കുന്നത്. മൊണാസ്ട്രിയുടെ ഭിത്തികളിൽ പ്രയർ വീലുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വീലുകൾ കറക്കുമ്പോൾ ഇതിലെഴുതിയിരിക്കുന്ന മന്ത്രങ്ങൾ അന്തരീക്ഷത്തിൽ വ്യാപിച്ചിട്ട് എല്ലായിടത്തും പരക്കുമെന്നാണ് ബുദ്ധിസ്റ്റുകളുടെ വിശ്വാസം. അമ്പലത്തിന്റെ മുന്നിലുള്ള കോട്ടയാടിൽ ഒരു കളത്തട്ട്, നല്ല ഡിസൈനുകളൊക്കെ ചെയ്ത മേൽക്കൂരയുള്ള കളത്തട്ടാണിത്. അതിന്റെ ഒരു വശത്ത് സംഗീതോപകരണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുന്നത് ഈ കളിത്തട്ടിൽ വെച്ചാണെന്ന് തോന്നുന്നു. അമ്പലത്തിന്റെ ഒരു വശത്ത് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അമ്പലം കണ്ട് പുറത്തിറങ്ങി ഞങ്ങൾ ബാസ്പ നദിയുടെ തീരത്തേക്ക് നടന്നു. കുറച്ച് ദൂരെ നിന്ന് തന്നെ ബാസ്പ നദിയെ നമുക്ക് കാണാനും കേൾക്കാനും കഴിയും. ബുദ്ധിസ്റ്റ് മന്ത്രങ്ങൾ എഴുതിയ കല്ലുകളാണ് കണ്ടില്ലേ. ധ്യാനത്തിലിരിക്കുന്ന ഒരു ബുദ്ധന്റെ രൂപം ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അതിശക്തമായിട്ടാണ് ബാസ്പ നദി ഒഴുകി വരുന്നത്. മുകളിൽ എവിടെയൊക്കെയോ മഴ പെയ്തിട്ടുണ്ട്.
പലകകൾ ഇളകി ശബ്ദമുണ്ടാക്കുന്ന പാലത്തിന്റെ മുകളിലൂടെ ക്രോസ് ചെയ്യാൻ തന്നെ കുറച്ച് പേടിയാണ്. ഞങ്ങൾ ബാസ്പ നദിയുടെ സൗന്ദര്യത്തെ കണ്ടും കേട്ടും അനുഭവിച്ചുകൊണ്ട് കുറേയേറെ നേരം നദിയുടെ തീരത്ത് ചിലവഴിച്ചു. വൈകുന്നേരം സാംഗ്ല ടൗണിലെ ടിബറ്റൻ കഫേയിൽ നിന്നും തുപ്ക ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി. തുപ്ക ടിബറ്റുകാരുടെ ഒരു പ്രധാന ഭക്ഷണ വിഭവമാണ്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഞങ്ങളുടെ വീട്ടുകാരൻ നല്ല ജോലി തിരക്കിലാണ്. പശുക്കൾക്കും ആടുകൾക്കും വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കലും വെള്ളം തിളപ്പിക്കലും ഒക്കെയാണ്. രാവിലെ തന്നെ അങ്ങ് ദൂരെ കാണുന്ന കമരു ഫോർട്ടും അതിനടുത്തുള്ള അമ്പലവും സന്ദർശിച്ചിട്ട് ഞങ്ങൾക്ക് ചിറ്റ്കുളിലേക്ക് യാത്രയാകണം. സാംഗ്ല ടൗണിൽ നിന്നും ഏതാണ്ട് 15 മിനിറ്റ് നടന്നാൽ നമുക്ക് കാംറു ഫോർട്ടിലെത്താം. കുത്തനെയുള്ള കുറച്ച് പടവുകൾ കയറി വേണം നമുക്ക് ഫോർട്ടിനടുത്തെത്താൻ. 40-45 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ കാണുന്ന ചെറിയ ഗോപുരത്തെയാണ് ഇവിടുത്തുകാർ ഫോർട്ട് എന്ന് പറയുന്നത്. ഹിന്ദിയിൽ ഇതിനെ കില എന്ന് പറയും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബുഷേർ രാജവംശത്തിലെ രാജാക്കന്മാരാണ് സാംഗ്ലയിൽ ഈ ഫോർട്ട് പണിതത്. മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടത്തിൽ നിന്നും ശത്രുക്കളെ ദൂരെ വെച്ച് കാണാൻ കഴിയുമല്ലോ. तो ये किला हमारे ऐतिहासिक बहुत पुराना है, कोई किसी को पता ही नहीं कितना पुराना है। हाँ जी, कोई पता नहीं है। तो यहाँ पर आज हमारे जो बुशहर के राजा थे वो लोग यहाँ आके यहाँ से राजगद्दी का टिक्का लगता था उनको. വിജയ് നേഗി എന്ന പേരുള്ള ഈ മനുഷ്യൻ ഈ ഫോർട്ടിനെ പറ്റിയുള്ള കുറച്ച് ചരിത്രം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ബുഷേർ രാജവംശത്തിലെ രാജാക്കന്മാരായിരുന്നു ഈ ഫോർട്ട് പണിതത്രേ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഫോർട്ട് എന്നാണ് പണിതതെന്ന് ആർക്കും അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത കാലത്തായി ഉയർന്നു വരുന്ന കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഈ നഗരത്തിന്റെ സൗന്ദര്യം കളയുന്നുവെന്ന് വിജയ് നേഗി പറഞ്ഞു. हमारे पुराने ये जेल है, राजे के टाइम का ना ये जेल है. हाँ जी, अब फ्रंट से देखेंगे वहाँ से एक दरवाजा है. ഈ കാണുന്ന ബിൽഡിംഗ് രാജാവിന്റെ സമയത്തെ ജയിലായിരുന്നു എന്നാണ് പറയുന്നത്. കുറ്റവാളികളെ വിചാരണയ്ക്ക് കൊണ്ടുവന്നിട്ട് ഈ ജയിലിൽ തടവിലിടുമായിരുന്നത്രേ. മുകളിൽ കാണുന്ന വാതിലിലൂടെ കുറ്റവാളികളെ താഴോട്ട് കടത്തിവിടുമായിരുന്നത്രേ. ഇരുട്ടറയിലായിരുന്നു പിന്നെ കുറ്റവാളികളുടെ ജീവിതം. ഇദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ വന്നിരുന്നു അത്രേ. കേരളത്തിലെ പഞ്ചായത്ത് രാജിനെ പറ്റി പഠിക്കുവാൻ വേണ്ടി ഗവൺമെന്റ് അയച്ചതായിരുന്നു ഇദ്ദേഹത്തെ. തലയിൽ തൊപ്പി തിരിച്ച് അരക്കെട്ടും കെട്ടി മാത്രമേ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. തൊപ്പിയും അരക്കെട്ടുമൊക്കെ നമുക്ക് അമ്പലത്തിന്റെ വാതിൽക്കൽ തന്നെ കിട്ടും. അമ്പലത്തിൽ ഇപ്പോൾ പൂജ നടക്കുന്ന സമയമാണ്. ഇടയ്ക്കൊക്കെ പൂജാരി അമ്പലത്തിൽ നിന്നും പുറത്തിറങ്ങി വരുന്നുണ്ട്. കാമക്യ ദേവിയുടെ പ്രതിഷ്ഠയുള്ള അമ്പലമാണിത്. അമ്പലത്തിലെ പൂജകളൊക്കെ സമാപിച്ചു എന്ന് തോന്നുന്നു. പൂജാരി പാത്രങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്ന് കഴുകി വെടിപ്പാക്കുന്നുണ്ട്.
ചെറിയ അമ്പലത്തിലെ പൂജകൾ കഴിഞ്ഞിട്ട് പൂജാരി ഫോർട്ടിലെ അമ്പലത്തിന്റെ അടുത്ത് പൂജ ചെയ്യാൻ വേണ്ടി കയറിപ്പോയി. അവിടെ സന്ദർശകർക്ക് പ്രവേശനമില്ല. ഈ ഫോർട്ടിന്റെ താഴത്തെ 3 നിലകൾ കല്ലുകൊണ്ടും മുകളിലത്തെ 2 നിലകൾ മരം കൊണ്ടുമാണ് പണിതിരിക്കുന്നത്. ഫോർട്ടിന്റെ മുൻഭാഗത്ത് വലിയ വലിപ്പമുള്ള റോസാപുഷ്പങ്ങൾ. അവയ്ക്ക് നല്ല മണവുമുണ്ട്. പൊതുവെ ഹിമാലയത്തിൽ കാണുന്ന പുഷ്പങ്ങൾക്ക് നല്ല വലിപ്പവും നിറവുമുണ്ട്. ഫോർട്ടിൽ കുറച്ച് സമയം ചെലവഴിച്ചിട്ട് അവിടുത്തെ കെയർടേക്കറിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. കാംറൂഫ് ഫോർട്ടിന്റെ അടുത്ത് തന്നെയാണ് ബദരി വിശാലിന്റെ അമ്പലമുള്ളത്. ആ അമ്പലം കാണുവാൻ വേണ്ടി ഞങ്ങൾ പടികൾ ഇറങ്ങി. അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ ആപ്പിൾ തോട്ടങ്ങളുടെ നടുവിൽ കല്ലുകൾ പാകിയ മേൽക്കൂരയുള്ള മനോഹരമായ കെട്ടിടങ്ങൾ. ഹിമാലയത്തിൽ ധാരാളമായി കിട്ടുന്ന തടിയും കല്ലുകളും ഉപയോഗിച്ചാണ് ഇവിടുത്തെ പഴയ വീടുകളുടെ എല്ലാം നിർമ്മാണം നടന്നിരിക്കുന്നത്. ബദരി വിശാലിന്റെ അമ്പലവും മൊണാസ്ട്രിയും ചേർന്ന ഒരു കോംപ്ലക്സ് ആണ് ഇത്. ബുദ്ധമതത്തിലും ഹൈന്ദവ മതത്തിലും ഒരേപോലെ വിശ്വസിക്കുന്ന ആൾക്കാരെയാണ് ഞാനിവിടെ കണ്ടത്. കോംപ്ലക്സിന്റെ ഒരു വശത്ത് പാചകപ്പുരയൊക്കെ ഉണ്ട്. അവിടെ വിറകുകളും അടുപ്പുമൊക്കെ വെച്ചിരിക്കുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി അല്ലെങ്കിൽ അവിടെ ടെമ്പിളും ഉണ്ട്. ഇപ്പോൾ ഹിന്ദു ബുദ്ധ മതങ്ങളുടെ ഒരു സമ്മേളനമാണ് ഇവിടുത്തെ പല അമ്പലങ്ങളും. ഇന്നലെ ഞങ്ങൾ പോയ ബൈരിനാഥ് ടെമ്പിളിലും അത് തന്നെയായിരുന്നു. ഹിന്ദു വിശ്വാസം അനുസരിച്ചുള്ള ഐഡൽ ഒരു ഭാഗത്തുണ്ട്, തൊട്ടപ്പുറത്ത് ബുദ്ധിസ്റ്റ് വിശ്വാസമുണ്ട്. അപ്പം നല്ലൊരു മതമൈത്രിയുടെ കാഴ്ചയാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നത്തെ കാലത്ത് അതൊരുപാട് മിസ്സിംഗ് ആണല്ലോ. ഇത് കണ്ടില്ല, ഇതൊരു ചെറിയൊരു ഇരിപ്പിടമാണ്. നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന കൂത്തമ്പലം പോലത്തെ ഒരു ഇരിപ്പിടം. അതിൻ്റെ അവിടെ ഇരുന്ന് എനിക്ക് തോന്നുന്നു പാട്ടുകളൊക്കെ പാടാറുണ്ട്. ഇവിടെ അവരുടെ മ്യൂസിക് ഇൻസ്ട്രുമെൻസും ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ദോലൊക്കെ നമ്മുടെ മിഴാവിൻ്റെ കൂട്ടുള്ള ഒരു ചെറിയ ഒരു സംഗീതോപകരണം. പിന്നെ ഇവിടെ ഒരു വലിയ ചെണ്ട, ഇവിടെ മന്ദളം പോലത്തെ വേറൊരു ഉപകരണം. സോപാനം എന്ന് പറയാം. സോപാനം പാടുന്ന പടി. അങ്ങനെയുണ്ട്. ഇങ്ങനെയുള്ള പല കാഴ്ചകളാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒരുപാട് യുണീക്കാണ്. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കാണുന്ന അമ്പലങ്ങളെക്കാളും കുറച്ച് വ്യത്യാസമുണ്ട് ഇവിടുത്തെ അമ്പലങ്ങൾക്കൊക്കെ. വളരെ നല്ല കാഴ്ചകളാണ്. ഓഫ് ചെയ്തിട്ടാണ്. ഹിമാലയത്തിലെ അമ്പലങ്ങളിൽ സാധാരണ കാണുന്ന പോലെ ഇവിടെയും നടുമുറ്റത്ത് ഒരു കൂത്തമ്പലമുണ്ട്. അവിടെ സംഗീത ഉപകരണങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. നേരെ മുന്നിൽ കാണുന്നത് ബദരി വിശാലിന്റെ അമ്പലത്തിനുള്ളിലെ മൊണാസ്ട്രിയാണ്.
ഹിമാലയത്തിലെ ബുദ്ധമതത്തിന്റെ സ്വാധീനം വ്യക്തമാക്കുന്നതാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും അനുഭവങ്ങളും. അമ്പലത്തിന് താഴെ ദാ ഇവിടെ പൂജാദ്രവ്യങ്ങളൊക്കെ ഹോമിക്കാനുള്ള ചെറിയൊരു നിർമ്മിതി. സാംഗ്ല എന്ന ചെറിയ ഹിമാലയൻ പട്ടണത്തിന്റെ കാഴ്ചകൾ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് ബെൻസൺ ജോൺ സൈനിങ് ഓഫ് ഫ്രം ബെൻസൺസ് ട്രാവൽസ്.